വന്നിട്ട് വീടാണ് കേസ്. അപ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കുറച്ച് ദിവസമായി ഇന്നലെ വന്നതാണ്, എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്താണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് എൻ്റെ ആൻറ്റിയുടെ മോളാണ് ഗൈസ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് പാടത്തേക്കാണ് ഫസ്റ്റിൽ പോണത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് കുന്നത്തേക്കൊക്കെ പോവാണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ പാടത്തേക്ക് ഗൈസ്. അപ്പോൾ കുറച്ച് നടക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് കുറച്ച് റോഡ് പണിയായിരുന്നു കുറച്ച് ദിവസം മുമ്പേ. അപ്പോൾ അത് കാരണമൊക്കെ കൂടിയിട്ട് കുറച്ച് ഇതാണ്, കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊരു മോഡികെയർ പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഒരു മീറ്റിംഗ് പോലെ ഒരു ഇതാണ് ഗൈസ്. അപ്പോൾ അത് കാരണം നിങ്ങളെന്തായാലും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് നമ്പർ വഴി നിങ്ങൾ പരിചയപ്പെട്ടാൽ മതി ഗൈസ്. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും നടക്കാണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ഗൈസ് നടക്കാൻ. മൊത്തം കാടും പുകയൊക്കെയാണ് ഇവിടെയൊക്കെ, മൊത്തം കാടാണ് ഗൈസ്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മൊത്തം കാട് പറഞ്ഞാൽ മൊത്തം കാടാണ്. അപ്പോൾ ഒന്നും വരാൻ പറ്റില്ല അവിടെ. അതുകൊണ്ട് ഞാൻ സാക്കുമാരൊക്കെയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. ഇനി ഇതൊക്കെ അവിടെ എത്തിയ ശേഷം ബാക്കി വീഡിയോസ് വരാം ഗൈസ്. സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വലിയ പച്ചപ്പും കാര്യങ്ങളൊക്കെ ചുറ്റും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. മൊത്തം പച്ചപ്പാണ് ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ മൊത്തം പച്ചപ്പാണ് ഗൈസ്. മൊത്തം പച്ചപ്പ് പറഞ്ഞാൽ മൊത്തം പച്ചപ്പ്. പിന്നെ അങ്ങോട്ട് കണ്ടത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ആ വെള്ളമാണ്, കണ്ടത്തിൽ വെള്ളം കയറിയിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളെ തെങ്ങൊക്കെ ഉണ്ട് ഗൈസ്. സെറ്റുമ്പോൾ സെറ്റ് തെങ്ങ് ഗൈസ്. നമ്മളെ വന്ന വഴി കുറച്ച് കടുപ്പം വഴിയാണ് ഗൈസ്. കുറച്ച് കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താപ്പം ചെയ്യുക, ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കാൻ അധികം ഇല്ല ഗൈസ്. അപ്പോൾ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ. പിന്നെ ഇവിടെ കുറേ നെല്ലുകളൊക്കെ ഗൈസ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വിചാരിക്കണ പോലെയല്ല, മൊത്തം പുല്ലും കാര്യങ്ങളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ കാല് മൊത്തം ചളി കയറി ഗൈസ്. വല്ലാത്ത പുലിമാരാണ് ഗൈസ്. ഗൈസ് കാല് കണ്ട ഗൈസ്, എന്ത് വൃത്തി വെടുപ്പിൽ കൊടുത്ത കാലറിയോ ഗൈസ്. ഇവിടുത്തെ പാടത്തിൽ കാലിട്ടപ്പോൾ പണി പാളി. നല്ല രസമുള്ള വ്യൂ ആണ് ഗൈസ്. എന്തായാലും നമ്മളെ മോഡികെയർ ചേരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തെങ്കിലും നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എൻ്റെ ചാനൽ കേട്ടോ. ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അതെന്താ ഷുവറാണ് ഗൈസ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇവിടെ മൊത്തം ഗൈസിൻ്റെ കാല് കണ്ട ഗൈസ്, എന്ത് ജാതിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു കുളത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് സൂക്ഷിച്ച് നടക്കണം. മൊത്തം ചളിയാണ് ഗൈസ്. ആകെ പ്രശ്നം അതാണ്. പാൻ്റൊക്കെ ഒന്ന് കയറ്റിച്ചില്ലെങ്കിൽ നമ്മളെ പാൻ്റൊക്കെ ഉണ്ട് കളർ പിടിച്ചിട്ട് സെറ്റാവും. ഈ കുളം കുറച്ചുകൊണ്ട് പോവാണ്ട്. അപ്പോൾ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ പ്രകൃതി ഭംഗിയാ കാണിക്കരുത് ഗൈസ്. കുറേ കിട്ടുന്നില്ല ഗൈസ്. പ്രകൃതി ഭംഗി ഗൈസ്, ഒരു പ്രകൃതി ഭംഗിയാണ് ഗൈസ്. ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറയുന്നത്. കുളെത്തിയിട്ടുണ്ട് ഗൈസ്. കുളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും കുളത്തിനാണ്ട് വന്നപ്പോൾ ആകെ മൂഞ്ചിപ്പോയി ഗൈസ്. കുളം ഫുള്ള് സെറ്റ് പറഞ്ഞ സെറ്റായിരുന്നു. അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കാലൊക്കെ കഴുകാൻ വിചാരിച്ച് വന്നാണ്, ഒന്നും നടന്നില്ല.
ഇതിൽ നീന്തി കഴിഞ്ഞാൽ ആകെ അടാറാവും, മുങ്ങിപ്പോവും ഗൈസ്. അതുകൊണ്ട് കാലിടാൻ നിന്നില്ല. പോവാ ഗൈസ്. അപ്പം എന്തായാലും മൂഞ്ചി പോയി ഗൈസ്, ആകെ മൂഞ്ചി പോയിട്ട് നടക്കുകയാണ്. ക്യാമറമാൻ കുറച്ച് വണ്ടർഫുള്ളാണ്, അതുകൊണ്ട് കുറച്ച് വിഭവ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കുന്നത്ത് ഗൈസ്, അപ്പോൾ നമുക്ക് എന്താണ് കുന്നത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാൻ അവിടുന്ന് ബാക്കി കാര്യങ്ങൾ കാണാം പോയി ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെയാണ്? ഒരു ഭയങ്കരമായ കാട്ടിക്കൂടെ നടക്കുന്നത്. മൊത്തം കുണ്ടും കുഴിയാണ് ഗൈസ്. നോക്ക് നോക്ക് എന്താ ഗൈസ്, നോക്കാൻ കുണ്ടും കുഴിയും. ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് കറക്റ്റ് ഓഫ് റോഡ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ പഴയ റൂട്ടിലേക്ക് എത്തിയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. കുറേ കുണ്ടും കുഴിയൊക്കെ കയറി വന്നാണ് ഗൈസ്. ആകെ ഇത് കാലുമൊക്കെ ഗൈസ് പ്രത്യേക രീതി ഭംഗിയാണ് ഗൈസ്. അറിയോ, ആ ചളിയിലുണ്ട് മുങ്ങി ഗൈസ് കാലി. ഒന്നും പറയില്ല, പൊളി സാധനം. എൻ്റെ പ്രകൃതികളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ക്യാമറമാൻ ഇൻ്റർനാഷണൽ പൊളിയാണ് ഗൈസ്. മതി ഓരാ ഗൈസ്. അപ്പോൾ എന്തായാലും പ്രകൃതി ഭംഗി കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. മയിലിനെ കാണാല്ലോ ഗൈസ്, അല്ലെങ്കിൽ മയിലിനെ കാണിച്ചു തരാറുണ്ട്. അല്ലെങ്കിൽ ഏത് സമയത്തും എല്ലാ കാലത്തും മയിലുണ്ടാവണമാണ്. അതുകൊണ്ട് ഗൈസ് മയിലിനെ കാണിക്കുന്ന കാര്യങ്ങൾ സോറി ഞാൻ പറയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അവസാനം ഇനി കാലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയതിനു ശേഷം മലയുടെ മേലേക്ക് ബാക്കി അവിടുത്തെ കാര്യങ്ങൾ കാണാം ഗൈസ്. ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കാം ഗൈസ്. ഒരു കുന്നിനെ കയറി ഗൈസ് ഇങ്ങോട്ട് വെത്തണമെങ്കിൽ അവിടെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല, ഫോണൊക്കെ കൂടി പിടിക്കാൻ നിസ്സാര കാര്യമില്ല. അവിടെ മൊത്തം ചെരലും മണ്ണൊക്കെയാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും. ഒന്ന് കാണിച്ചു കൊടുത്താൽ താഴത്തേക്ക് എത്തണത്. അവിടെ ക്യാമറ പിടിക്കാൻ പറയുന്നുണ്ട് ഗൈസ്. ക്യാമറ വയ്യ, അത് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാമറമാൻ എന്തൊരു ഭാഗത്തിലാണ് ക്യാമറമാൻ്റെ കൈ കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണമെന്ന് ഗൈസ്. എൻ്റെ സ്ഥിതി മറ്റത് ആടെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഗൈസ്. ഈ പ്രകൃതി ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ പ്രകൃതി ഭംഗി വാ വണ്ടർഫുൾ ഗൈസ്, അടിപൊളിയല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറക്കരുത് ഗൈസ്. എത്ര എന്ത് പറഞ്ഞാലോ അത് മറക്കരുത് ഗൈസ്. അടുത്ത രസകരമായത് ഗൈസ് ഇത് കണ്ടോളൂ ഗൈസ്. നല്ല പ്രകൃതി ഭംഗി. നമുക്ക് ഗൈസ് ഇതിൻ്റെ അടിയിൽ കൂടെ ഗൈസ് നമുക്ക് വരാം. ആ അടിപൊളി വ്യൂ ആണ് ഗൈസ്. ആ കിടുക്കാച്ചി വ്യൂ പറഞ്ഞാൽ കിടുക്കാച്ചി വ്യൂ ഗൈസ്. എന്തായാലും സംഭവം കിട്ടില്ലേ. ഇവിടെ ക്യാമറമാൻ എന്താണ് നടക്കണ നാണാണ് ഗൈസ്. അത് കാരണം വലിയ ഞാനിപ്പോൾ ക്യാമറ പിടിക്കുന്നത്. ഇതൊന്നും ക്യാമറ പിടിച്ചേ ഗൈസ്. ആള് വലിയ നാണക്കാരിയാണ് ഗൈസ്. എന്തായാലും ഈ കുന്നൊന്ന് കയറണം ഗൈസ്. ക്യാമറ നീ കയറിയാൽ മതിട്ടാ ഗൈസ്. അപ്പം ഞാൻ ഒറ്റക്കാണ് ഗൈസ് ക്യാമറ പിടിക്കുന്നത്. ഫോണാണ്, ക്യാമറ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഫോൺ എടുത്തത് ഗൈസ്. അപ്പോൾ പ്രകൃതി ഭംഗി ഗൈസ്. ഓ വാ വണ്ടർഫുള്ളാണ് ഗൈസ്. നമ്മളെ ക്യാമറമാൻ ഇവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചു കൊടുക്കരുതെന്ന് പറയണേ ഗൈസ്. നമ്മൾ കുന്നത്ത് ആകാശമൊക്കെ കണ്ടോളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കയറാനാണ് പറയണേ. ഇങ്ങനെ കയറാന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് ക്യാമറ കൊടുക്കണം. എന്താ ആൾ കയറി എത്തിയിട്ടുണ്ട് ഗൈസ്. എന്താ ഫോണാണ് കേട്ടോ, റെഡ്മി 9 ഗൈസ്. അപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം കലണ്ട് ക്യാമറ, അതുകൊണ്ട് ക്യാമറ എടുക്കാൻ പറ്റില്ല. അധികം താഴത്തേക്ക് പോട്ടാ, ഫോണും കൂടി താഴത്തേക്ക് പോകും. ഇവിടെ നിറങ്ങി വിടും ഗൈസ്. കിടിലാണ് ഇവിടെ. ഇവിടെ സൂപ്പറാണ് ഗൈസ്. ഇവിടെ വീണ്ടും പിടിച്ചിട്ടുണ്ട് ഗൈസ്. ക്യാമറ പിടിക്കുക അപ്പം നല്ല വയ്ക്കാൻ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് തിരിച്ചു വേണം പറഞ്ഞിട്ട് കൊണ്ട് അതിൻ്റെ ക്യാമറ ഇട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ക്യാമറ തരുന്നില്ല ഗൈസ്. ക്യാമറ കിട്ടി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമറ തന്നിട്ടില്ല, ഫോണാട്ടോ ക്യാമറ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിതക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ക്യാമറ കൊണ്ട് തിരിച്ചു കൊടുത്ത് ബാക്കി നമുക്ക് നടന്നിട്ട് ബാക്കി
വിഭവങ്ങളൊക്കെ കാണാൻ കഴിയും. കിടിലൻ വ്യൂ പറഞ്ഞ കിടിലൻ വ്യൂ ഒന്നും പറയില്ല, സെറ്റ് സാധനം. ഇവിടെ കുറെ പൊത്തുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സൂക്ഷിച്ച് കയറി വരണം. അപ്പോൾ ഒരാളവിടെ കിടന്നിരുന്നിട്ട് മാനത്ത് നോക്കി ഇരിക്കുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഗൈസ് നമുക്ക് നടക്കാം ഗൈസ്. കടുത്തു ഗൈസ്, മിക്കവാറ് കാരണം ഈ മല കയറി വരുന്നത്. ഈ മേലെ കയറിയ കിടിലൻ വ്യൂ ഉണ്ട് അവിടെ ഗൈസ്. അപ്പം നമ്മൾ ഗൈസ് അപ്പോൾ അവിടെ ക്യാമറക്ക് നാണം വന്നിട്ടാ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാമറ എന്നിട്ട് വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ അത്താളെ പിടിച്ചിട്ട് കേട്ടോ. എന്തിനും സെറ്റ് വ്യൂ ആണ്, ഒന്നും പറയാല്ലേ, പുള്ളി സാധനം. അവിടുത്തെ റബ്ബറിൻ്റെ ഒരു കുണ്ടിട്ട് ഗൈസ്, നമുക്ക് അതൊന്ന് കണ്ടേച്ച് വരാം ഗൈസ്. ആകെ അത്യാവശ്യം ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഇത് പള്ളിപ്പറമ്പാണ് കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് ഗൈസ്, അതിൻ്റെ അപ്പുറത്ത് പള്ളിപ്പറമ്പാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഓ ഇവിടെ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഉണ്ട്. കെട്ടി പറഞ്ഞ് വീഴരുത് ഗൈസ്, എന്തൊരു ഭാഗ്യം പിടിച്ചിട്ട്. ഇവിടെ ഒരു അടിപൊളി മരം ഉണ്ട് കേട്ടോ ഗൈസ്, സെറ്റ് സ്ഥാനം. ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. വണ്ടർഫുൾ പറഞ്ഞ വണ്ടർഫുൾ ആണ് ഗൈസ്, ഒക്കെ വണ്ടർഫുൾ ആണ്. അപ്പോൾ ക്യാമറ എൻ്റെ മേത്തൊക്കെ പിടിക്കുമോ? പിടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തൊരു വണ്ടർഫുൾ പറഞ്ഞ ഒന്നും പറയല്ലോ, പുളിച്ചാണ്. ലൊക്കേഷൻ ഞാൻ ഇടുന്നില്ല, അപ്പോൾ അത് കാരണം ലൊക്കേഷൻ എന്തായാലും ഇടുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഈ സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുണ്ട് കേട്ടോ, ഒരു അംഗനവാടി ഉണ്ട് കേട്ടോ. അംഗനവാടി അല്ലേ? യെസ്, അംഗനവാടി തന്നെയാണ്. പിന്നെ ഇവിടെ JCB ഒക്കെ പെരുന്നടക്കാം. അവിടെ റോഡ്, അവിടെ റോഡ് ഉണ്ട്, ഇത് റോഡാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 വീട് പണി ചെയ്ത് കടിക്കുന്നുണ്ട്. രണ്ട് വീട് ഇവിടെ പണി അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഗൈസ് സെറ്റ് ഇതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അപ്പുറം കാണിച്ചു തരാൻ പറ്റില്ല, പള്ളിപ്പറമ്പായതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇവിടുത്തെ ഒരു വലിയ കുണ്ടെങ്കിൽ ഒന്നും പറയാലോ, പോലീസാണ്. ഇത് റോഡാണ്. ഇത് റോഡാക്കടാ, ചാടി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല, ഒന്നും പറയില്ല, പോലീസാണ്. ചാടി വയ്ക്കല വേണ്ട, നമ്മൾ അറിഞ്ഞോണ്ട് ജീവൻ കളയുന്നു. അവിടെയാണ് ഒരു കാട് പോലത്തെ, അവിടെ ചില പറമ്പൊക്കെ ഉണ്ട്. അവിടെ ആ മുക്കില് അതാണ് പള്ളി കേട്ടോ. ആ ടാങ്കി, വെള്ള ടാങ്കി അവിടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ കൂടി ഒന്ന് കണ്ടേച്ച് വരാം. ഇവിടെ കുറ്റി കടിച്ചിട്ടാ, ഇത് റോഡാ തോന്നുന്നുണ്ട് കേട്ടോ, ഇത് റോഡാണ്. ഇവിടെ JCB വരുന്നുണ്ട്. പൊടി സ്ഥലമാണ്, ഒന്നും പറയാതെ കിടില സ്ഥലം. അപ്പോൾ എന്തായാലും പരമാവധി റോഡാണ്. പിന്നെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് വരുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാം ഗൈസ്. ഇവിടെ ഒരു കുഴിയുണ്ട്, ഇത് കാണിച്ചു കൊടുക്കാൻ അല്ലാത്ത പറമ്പ് കുഴിയുണ്ട്. നമുക്ക് എന്തായാലും ഇതെങ്ങനെ ടച്ച് അടിച്ചു ഇതും കിടലാണ് ഗൈസ്. അപ്പോൾ അവിടെ ചെരുപ്പൊക്കെ ഇവിടെ തെറിച്ച് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള കുഴിയാണ്, തെറിച്ചിട്ട് എന്താ ഭാഗ്യത്തിന് ഗൈസ്, മോനെ കുത്തി വീണേ ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ അപ്പുറം എന്താ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ ബാക്കി കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് വേറൊരു മറ്റേ റോഡ് കാണിച്ചു തരാമെന്ന് പറയുന്നില്ല ഗൈസ്. ഒന്ന് ക്യാമറ പിടിച്ച്, അപ്പോൾ ക്യാമറ പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞ റോഡ് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ അപ്പുറം പള്ളിപ്പറമ്പ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, സോറി കേട്ടോ. പിന്നെ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്യണേ. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഇത് റോഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ നിന്നൊക്കെ
പൊടി പോലും കിട്ടില്ല ഗൈസ്. ഇത് കാണിച്ചെടുത്ത കുഞ്ഞു അവിടെ ചാടി കഴിഞ്ഞ് സെറ്റ് ആട്ടാ. ഇത് മേലാകാശം കാണാം. പിന്നെ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടർഫുള്ളാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടെ ചെറിയൊരു അറക്കുണ്ട്. അപ്പോൾ ക്യാമറ ഞാൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി കണ്ടുവച്ച് വരാം ഗൈസ്. ക്യാമറ പിടിക്കാൻ ഇവിടെ ആരുമില്ല ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ അവിടെ ഒരാൾ പിടിക്കാറുണ്ട്. അപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ കയറി പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഏതാ ഇതൊരു അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഗൈസ്. വേറെന്തോ എന്തോ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു കുഴി തന്നെയാണ് ഗൈസ്. ചാടി കഴിഞ്ഞാൽ പൊടി കിട്ടും. അവിടുന്ന് ചാടും ഗൈസ്. ഗൈസ് ഇങ്ങനെ അവിടെ കിട്ടും. അവിടെ ചാടുന്ന പൊടിമൊന്നും കിട്ടില്ല. ഇവിടെ ചെറിയൊരു കുഴി ഒന്ന് കാണിച്ചു കൊടുത്തേ. അത്യാവശ്യം വലുപ്പമുള്ള കുഴിയാണ് ഗൈസ്. പിന്നെ അവിടുന്ന് കൊണ്ട് ചാടി കഴിഞ്ഞാൽ പൊടി കിട്ടൂല. പിന്നെ ഇവിടെ നിന്നൊക്കെ ചാടി കഴിഞ്ഞാൽ പൊടിയെങ്കിലും കിട്ടും ഗൈസ്. ഇത് അത്ര വലുപ്പമുണ്ട് ഗൈസ്, മതിൽ പോലെയാണ്. ഇതാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഗൈസ് തിരിച്ചു പോകാം ഗൈസ്. ഇവിടെ അധികം നേരം പറഞ്ഞെടുക്കണം. നമുക്ക് എന്തെങ്കിലും ക്യാമറ പിടിക്കാൻ പറഞ്ഞിട്ട് ക്യാമറ പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ബാക്കി കാര്യം താഴത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോകണം ഗൈസ്. അപ്പോൾ ക്യാമറ കുറച്ച് എടുക്കാൻ സൗണ്ട് ക്ലിയർ ആവില്ല ഗൈസ്. അപ്പോൾ എന്തോ ഗൈസ് ഒന്ന് പക്ഷേ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ സൺലൈറ്റ് കാണിച്ചാലോ ഗൈസ്. കണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല സൺലൈറ്റ് ആണ് ഗൈസ്. ഗൈസ് അപ്പോൾ എന്തെങ്കിലും തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മതിൽ ടെസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. വണ്ടർഫുൾ. ഇവിടെ ഒരു കുഴി വരുന്നു. ഇവിടെ ഒരു കുഴി തന്നെ വരുന്നുണ്ട് കേട്ടോ. ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഉണ്ടോ താഴത്ത് അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും മേലെ നിന്ന് ക്യാമറ പിടിച്ചോട്ടെ. ഞാൻ താഴത്തുനിന്ന് ഞാൻ ക്യാമറ പിടിക്കുകയാണെങ്കിൽ ഫോൺ എന്തായാലും തവിട് പൊടിയാവും ഗൈസ്. അപ്പോൾ പിടിക്കും. തിരിച്ച് ഗൈസ്. അപ്പോൾ എന്തായാലും ക്യാമറ പിടിക്കാൻ പറയുന്നത് എന്തായാലും ജസ്റ്റ് കയറാം ഗൈസ്. പിടുത്തൊന്നുമില്ല, എന്നാലും ഒരു ജസ്റ്റ് ഒരു രസത്തിന് കയറി വീണില്ല ഗൈസ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി കളിഞ്ഞ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഞാൻ കാണിച്ചു കൊടുക്കാൻ തരും ഗൈസ്. നമ്മളെ പ്രകൃതി ഭംഗി എന്തെങ്കിലും കണ്ടില്ല ഗൈസ്. അത് അവിടെ വലിയ പ്രകൃതി ഭംഗിയാണ്. അപ്പോൾ അത്രേ ദൂരം ഉണ്ട്. അപ്പോൾ ഞാനൊരു മേഘം കാണിച്ചാൽ ഗൈസ്. കണ്ടില്ല മേഘം? മേഘതാ ഗൈസ്. അത്ര അകലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഗൈസ്. മേഘത്തിന് ഞങ്ങൾ അത്യാവശ്യം ഏറ്റവും മേലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി മേലൊക്കെ പോകാൻ പറ്റില്ല ഗൈസ്. സോറി. പിന്നെ അവിടെ ഒരു മണ്ണിട്ട സ്ഥലം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ മണ്ണിട്ട സ്ഥലം ഗൈസ്. അവിടേക്ക് എന്തെങ്കിലും പോകാൻ പറ്റൂല കേട്ടോ. കുറച്ച് റിസ്ക് ആണ്. ഡ്രസ്സിൽ മൊത്തം അഴുക്കാവും ഗൈസ്. അത് സീന്. ബാക്കി ഇതാ ഇവിടുന്ന് ചാടി ഒരു പൊടി നാലേക്കും വേണ്ട, നാലേക്കും പോലും വേണ്ട ഗൈസ്. പൊടി പോലും കിട്ടില്ല ഗൈസ്. ഗൈസ് നമ്മൾ ആള് അവിടെ ഒരു താഴത്തിരിക്കുന്നുണ്ട്. താഴത്തേക്ക് എത്തി ഗൈസ്. ഇത്ര പെട്ടെന്ന് ചാടിയതാ തോന്നുന്നത്. ഒരു എയറോപ്ലെയിൻ വിളിച്ച് താഴത്തേക്ക് എത്തിയതോട്ടാ. എന്നാലും നമുക്കിനി അങ്ങനെ ഇറങ്ങണം ഗൈസ്. എന്നാലും ഇങ്ങനെ അങ്ങനെ ഇറങ്ങാന്ന് ഇപ്പം ഇങ്ങനെ ഇറങ്ങാം ഗൈസ് നമുക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേണ്ട അങ്ങനെ തന്നെ ഇറങ്ങാം ഗൈസ്. വന്ന വഴിക്ക് ഇറങ്ങാം. എന്തിനാ പരിചയമില്ലാത്ത വഴിക്കൂടെ ഇറങ്ങിയിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗികളൊക്കെ നിങ്ങൾ കണ്ടില്ല ഗൈസ്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയാണ് ഗൈസ്. അപ്പോൾ നല്ല രസം ഗൈസ്. എന്ത് രസം ഗൈസ്. കല്ലണ്ടൊക്കെ ഇങ്ങനെ കളികളാച്ചിട്ട് കളിക്കാം. പക്ഷേ മണ്ണാണ് ഗൈസ്. വീട്ടിൽ കയറി ചെന്നാൽ നല്ല ആട്ട് കിട്ടും. അതുകൊണ്ട് മണ്ണുണ്ട് ഗൈസ്. അതുകൊണ്ട് ക്യാമറയുടെ മേലെ കറിഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് വേണ്ട വരില്ല. പാവല്ലേ ജീവിച്ചു പോയിക്കോട്ടെ ഗൈസ്. നമുക്ക് താഴത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഗൈസ്. ഗൈസ് ആരും കണ്ടില്ല ഗൈസ്, നിങ്ങൾ മാത്രമേ കണ്ടു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ശരിക്കും മൊത്തം ഇവിടെയൊക്കെ സൂക്ഷിച്ച് നടക്കണം ഗൈസ്. ഗൈസ് എന്തൊരു കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പം നമ്മളെന്തൊരു 2 വീഴ്ച കഴിഞ്ഞു ഗൈസ്. 2 വീഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഴ്ച എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇനി വലിയ ആഴ്ച വീഴാനൊന്നും. അപ്പോൾ അത് കാരണം നമുക്ക് ഇനി ലാസ്റ്റ് ഫൈനൽ ഡേഞ്ചർ സ്ഥലത്തേക്ക് കയറാം.
എന്തായാലും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടില്ലേ, നമുക്ക് എന്തായാലും തിരിച്ചു പോവാം ഗൈസ്. സൂക്ഷിച്ച് പോകണം, പിന്നെ വീഴാൻ വരിക ഗൈസ്. നമുക്ക് എന്തായാലും വന്ന വഴി ഇറങ്ങാം, മറ്റേ വഴി ഇറങ്ങി ശരിയാവില്ല ഗൈസ്. ഇത് താഴത്തേക്ക് എത്തി കഴിഞ്ഞാൽ പൊടി കിട്ടില്ല ഗൈസ്. പൊടി കിട്ടിയേ കിട്ടി, എത്ര ഉണ്ടാവുള്ളേ. സൂപ്പറാണ് ഗൈസ്. താഴത്തേക്ക് എത്തി കഴിഞ്ഞാൽ വേറെ ആലോചിക്കൊന്നും വേണ്ട, പൊടി കിട്ടില്ല ഗൈസ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. താഴത്തേക്ക് എത്തി പൊടി കിട്ടില്ല. അപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ മാത്രമേ കണ്ടുള്ളൂ ക്യാമറമാൻ, മറ്റാൾ എവിടെക്കോ പോയിട്ടുണ്ട് ഗൈസ്. രക്ഷപ്പെട്ടു. നമുക്കെന്തെങ്കിലും ക്യാമറ പോസ് ചെയ്താണ്. നമ്മളാണ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീണതൊന്നും ആരും കണ്ടില്ല, നിങ്ങളും ക്യാമറമാനും മാത്രമേ കണ്ടുള്ളൂ. അവളെന്തോ പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോയതാണ്, അതുകൊണ്ട് ഞാൻ വീണത് അവൾ കണ്ടില്ല ഗൈസ്. അതുകൊണ്ട് എന്തൊരു കണ്ടെന്നൊക്കെ പറയണ്ടേ. ഇതാ അവിടെ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് ഗൈസ്. എൻ്റെ മേത്ത് കയറിഞ്ഞാൽ വേണമെന്നില്ലത്താ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഇത് ഓർമ്മണ്ടോ? നല്ല രസം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും വെച്ചാൽ എപ്പോഴും വീഡിയോ ഇടണമായിട്ട് എല്ലാ ദിവസവും വീഡിയോ എത്തിട്ടാ ഗൈസ്. അപ്പോൾ നാളെ ഒരു കിടിലൻ വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇവിടെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ഇതൊരു താഴത്തേക്ക് പോവാൻ താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊടി കിട്ടില്ല. കിട്ടിയിരുന്നു പൊടിച്ചറിഞ്ഞ രക്ഷപ്പെട്ടു. ഇഞ്ചിമുട്ടായി പറഞ്ഞിട്ടാണ് ഗൈസ് ഇവിടുന്ന് എത്തുക. ക്യാമറ അപ്പം വീണായിരുന്നു ഗൈസ്. ആ ക്യാമറ തരൂ. ഇൻട്രോ പറഞ്ഞ തെറ്റിപ്പോയി ഗൈസ്. നമുക്ക് താഴത്തുനിന്ന് പറയട്ടെ ഞാൻ ആ ഇൻട്രോ. നമുക്ക് താഴത്തേക്ക് പോകണം ചെയ്ത് കൊടുക്കണ്ടതിന് ശേഷം വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ക്യാമറ തന്നെ വീഴാണ്ടായിരുന്നു ഗൈസ്. ചാടിച്ച് വീണിട്ടൊക്കെ ക്യാമറ കണ്ടപ്പോൾ കുറേ പ്രാവശ്യം വീണിട്ട് ഗൈസ്. ക്യാമറ കുറേ പ്രാവശ്യം വീണ്, പക്ഷെ വീഡിയോ എടുത്തപ്പോൾ സമ്മതിച്ചില്ല ഗൈസ് വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് എന്തായാലും വരൂ, എന്തായാലും ക്യാമറ പിടിക്കാൻ ഞാൻ തന്നെ വരണം ഗൈസ്. അപ്പോൾ ഇവിടെ കെട്ടി പറഞ്ഞു വീണ് കഴിഞ്ഞാലേ പോകും ഗൈസ്. വരണാണേ. എൻ്റെ പോക്കറ്റുണ്ടായിരുന്ന ഫോൺ ഞാൻ അവിടെ വെച്ചിട്ട് അത് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വിചാരിക്കണ പോലെ ഒന്ന് കാലിൽ നിൽക്കി കഴിഞ്ഞാൽ നോക്കട്ടെ കഴിഞ്ഞു കാര്യം കേട്ടോ. കഥ കഴിഞ്ഞു, ഒന്നും പറയില്ല, പോലീസാണ് വേറെ പ്രശ്നം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല ഗൈസ്. ഇവിടെ തീർച്ചയായിട്ടും സേഫ്റ്റി ദ മുഖ്യം ബൈ. ക്യാമറമാൻ സേഫ്റ്റി ദ മുഖ്യം ബൈ. എന്തെങ്കിലും ബാക്കി ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ബാക്കി ക്യാമറമാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അയ്യോ ഒന്നും പറയാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാണ് ഗൈസ്. സോറി ഗൈസ്, ഇത്ര എടുക്കാൻ പറ്റുള്ള വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. മറന്നു പോയിട്ടാ. ഓക്കെ ബൈ.